ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ച് 40 ഞാനിപ്പോൾ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്റെ വീടിന്റെ മുമ്പിൽ നമ്മുടെ റോഡിൽ നിന്ന് കയറി വരുന്ന അവിടുത്തെ ഗേറ്റ് നമ്മൾ രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്യുകയാണ്. വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ചെയ്തത് അത് വളരെ ബലക്കുറവായിരുന്നു. ആ ഗേറ്റ് ചെറിയ ഒരു ഇതായി ചെയ്താണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം അതിന്റെ വർക്ക് നടക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ആദ്യം അവരിട്ടിരുന്ന കാല് കണ്ടോ. ഈ കാലയിലാണ് അവര് ഈ പറഞ്ഞ ഇത്രയും വലിയ ഗേറ്റ് ഫിറ്റ് ചെയ്തത് കണ്ടോ. ഈ ഇത്രയും ഭാരമുള്ള ഗേറ്റ് ഇതേ ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ഞങ്ങൾ 3-4 വട്ടം സാധാരണ നമ്മൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മൾ പോലും പറഞ്ഞു ഈ ഗേറ്റ് ഇതേ താങ്ങുമോ, ഇത്രയും വെയിറ്റ് ഉള്ളതല്ലേ, ഇതേ താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇതേ നമ്മൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇതേ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് 3 പ്രാവശ്യം താഴെ പോയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു കാലിടേണ്ടി വന്നത്. നോക്കിയാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ വലിപ്പവും ഓക്കെ കണ്ടോ. ഇത്രയും നല്ല വലിപ്പത്തിലുള്ള കാലിട്ടാലേ നിൽക്കുള്ളൂ, കാരണം വെൽഡിങ് അതേ പിടിക്കുള്ളൂ. കാരണം ഇത്രയും ഗേറ്റ് ഇത് നോക്കിയാൽ ഇത് ചെറിയ നൂല് പോലത്തെ ഈ പൈപ്പ് ഇട്ട ഇതേ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമുക്ക് പോലും മനസ്സിലാവും, ഇതുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവും. അപ്പൊ ഇത് ചെയ്ത ആളിനോട് ചോദിച്ചപ്പോൾ നിൽക്കുമെന്നാ പറഞ്ഞു, കണ്ടില്ലേ. പക്ഷെ ഇത്രയും വലിയ ഗേറ്റൊക്കെ ഈ ഭാരമുള്ള ഗേറ്റ് ഇതേ നിർത്തുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കാലൊക്കെ ഇട്ട് ഇവിടെ നല്ല കോൺക്രീറ്റ് ഒക്കെ കൊടുത്ത് ബലപ്പെടുത്തി കാലിന്റെ ചുവട്ടിലുമൊക്കെ കോൺക്രീറ്റ്, 2 കാലിന്റെ ചുവട്ടിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ പുരോഗമിക്കുന്നു കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഉറച്ച് നല്ല വെൽഡിംഗ് ഒക്കെ ചെയ്ത് കണ്ടോ കോൺക്രീറ്റ് ഇടുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഇത് കണ്ടില്ലേ വീട്ടിന്റെ അവിടേക്കുള്ള വഴി. നല്ല ഉഷാറായിട്ട് പണികൾ നടക്കാണ്. രാവിലത്തെ മഴ നമ്മളെ കുറേ സമയം വലച്ച് കണ്ടോ. റോഡിൽ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ ആ ഗേറ്റ് നമ്മൾ പുതിയത് വെക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഗേറ്റിന്റെ 2ാമത്തെ പണി ഇവിടെ നടക്കുകയാണ്. അതായത് ആദ്യം ചെയ്തത് അത്ര അങ്ങോട്ട് ശരിയായില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ. അതായത് സംഭവം ഇത് അന്നത്തെ ആ ഒരു ഗേറ്റ് വെച്ചത് ശരിയാകാഞ്ഞിട്ട് 2ാമത് നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ പണിയാണ് നടക്കുന്നത്. അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഗേറ്റിന്റെ അവിടെ നമ്മൾ ഇടാനായിട്ടുള്ള സംഭവമൊക്കെയാണ്. അവരിതാ ഉഷാറായിട്ട് കുഴയ്ക്കുകയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രമേശൻ എല്ലാ വീഡിയോയ്ക്കും വരുന്ന നമ്മുടെ രമേശനാണ്. രമേശൻ ഏത് പരിപാടിക്കും ഉണ്ടല്ലോ നമ്മുടെ കൂടെ, കണ്ടില്ലേ. പിന്നെ ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ പുതിയ കാലിട്ടിരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മളിതാ വെൽഡർ കണ്ടോ വെൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലാണ് നമ്മൾ മാറ്റിയിടുന്നത് കേട്ടോ. പുതിയ കാല് ഇതാണ്. ഇപ്പം ഇതിലോട്ട് നമ്മൾ ഇത് താഴെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇതിലോട്ട് നമ്മൾ വെൽഡ് ചെയ്ത് നല്ല ബലപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഗേറ്റ് വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെ 2 സൈഡിലും അങ്ങനത്തെ കാലും കാര്യങ്ങളും ഒക്കെ നമ്മളിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം വീഴാതിരിക്കാൻ ഇതൊരു ക്യാപ്പൊക്കെ വെച്ച് അടച്ച് അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മതിൽ കണ്ടില്ലേ. അപ്പോൾ സംഭവം ഇത് ഇങ്ങനെയാണ് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയാണ് കോൺക്രീറ്റ് ഇന്നെല്ലാം കണ്ടില്ലേ. കയറി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇടുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെ രാവിലെ നല്ല തകർത്ത മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയ്ക്കൊക്കെ നമ്മൾ പടുതയൊക്കെ ഇട്ട് മൂടി കണ്ടില്ലേ. അപ്പോൾ കോൺക്രീറ്റ് അവിടെ വെച്ച് നിർത്തി വെച്ചു. ഇപ്പോൾ ഈ ഒരു നല്ല കനത്തിൽ ഇട്ട് കോൺക്രീറ്റും കൂടെ കയറി വരുന്ന ഭാഗം, ബാക്കി ഭാഗം വീട്ടിൻ്റെ അവിടോട്ട് മെറ്റല കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഓരോന്നൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കുറേശ്ശെ എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക, കമന്റ്സിലൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, താങ്ക് യു.